മകനെ, അന്യായമായി ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ടയ്ക്ക് പൊരുന്നയിരിക്കുന്ന തിത്തിരിപക്ഷി പോലെയാണ്. അവന്റെ മധ്യായസിൽ അതവനെ വിട്ടുപോകും, ഒട്ടുക്കും അവൻ ഫോഷനായിരിക്കും എന്ന് പറഞ്ഞ് പാസ്റ്റർ സ്കറിയാച്ചൻ ശക്തമായി അവറാച്ചനെ ഉപദേശിക്കുകയുണ്ടായി. അവറാച്ചായന് വിഷമം തോന്നിയെങ്കിലും പഴയതുപോലെ താൻ ബിസിനസ്സിൽ അന്യായമായി സമ്പാദിച്ച പണത്തിന്റെ ഒരു ഭാഗം പാസ്റ്റർ സ്കറിയാച്ചന്റെ നേരെ നീട്ടുകയുണ്ടായി. പാസ്റ്റർ സ്കറിയാച്ചനാകട്ടെ ഇപ്രകാരം പറഞ്ഞു: മകനെ, കള്ളനാവുകൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു, അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് അവറാച്ച നീട്ടിയ പണം കൈപ്പറ്റാൻ വിസമ്മതിച്ച് ഇപ്രകാരവും പറഞ്ഞു: എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നവയെല്ലാം വിശ്വസ്തയോടെ ചെയ്യുവാനാണ് കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ബ്രദർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പാസ്റ്റർ സ്കറിയാച്ചായൻ അവിടം വിട്ട് പോവുകയുണ്ടായി. അങ്ങനെ പാസ്റ്റർ സ്കറിയാച്ചൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുവാൻ അവിടെയും തനിക്ക് സാധിച്ചു. പ്രിയ ദൈവമക്കളെ, നമുക്കും പാസ്റ്റർ സ്കറിയാച്ചനെ പോലെ വിശ്വസ്തരായ ജീവിതം നയിച്ചാൽ ജീവന്റെ കിരീടം പ്രാപിപ്പാൻ നമുക്ക് കഴിയുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തോടുകൂടെ നാം ശിക്ഷാവധിയിൽ അകപ്പെടാതിരിപ്പാൻ കർത്താവ് നമ്മെ ബാലശിക്ഷയിലൂടെ കടത്തിവിടും എന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരിക്കൽ പ്രകാശനം ലഭിച്ച് സ്വർഗീയദാനം ആസ്വദിക്കുകയും ചെയ്ത പാസ്റ്റർ കുഞ്ഞൂട്ടി വഴിവിട്ട ജീവിതം നയിച്ചതിന്റെ ഫലമായി രോഗിയായി തളർന്നു പോവുകയുണ്ടായി. ഇതു മുഖാന്തരം പാസ്റ്റർ കുഞ്ഞൂട്ടിയുടെ കുടുംബം വളരെ ദുഃഖത്തിലും കഷ്ടത്തിലൂടെയും കടന്നുപോയി. അങ്ങനെ പാസ്റ്റർ സ്കറിയാച്ചായനും സഭാവിശ്വാസികളും പാസ്റ്റർ കുഞ്ഞൂട്ടിയുടെ ഭവനത്തിൽ വന്ന് രോഗിയായ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾക്കുത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. ദൈവാലോചന പ്രകാരം പാസ്റ്റർ സ്കറിയാച്ചായൻ പാസ്റ്റർ കുഞ്ഞൂട്ടിയുടെ ജീവിതത്തിൽ വന്ന ഓരോ തെറ്റുകളും ദൈവാത്മാവിൽ വെളിപ്പെടുത്തുകയുണ്ടായി. അനുദപിച്ച് മടങ്ങി വന്നാൽ സമ്പൂർണ്ണ വിടുതൽ യേശുക്രിസ്തുവിലുണ്ട് എന്ന് പാസ്റ്റർ സ്കറിയാച്ചായൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പാസ്റ്റർ കുഞ്ഞൂട്ടിയാകട്ടെ ദൈവാലോചന കേട്ട് അനുദപിച്ച് തന്റെ കുറ്റങ്ങളെ ദൈവസന്നിധിയിൽ നിറകണ്ണുകളോടെ ഏറ്റുപറയുകയുണ്ടായി. രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കായി. നിൻ മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ, എൻ രക്ഷകാ എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം. അങ്ങനെ പാസ്റ്റർ സ്കറിയാച്ചനും സഭാവിശ്വാസികളും പാസ്റ്റർ കുഞ്ഞൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി.
പ്രിയ ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിൽ യേശുക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുന്നവരായിരിക്കണമെന്നാണ്. യേശുക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ നിലത്തിട്ട് ചവിട്ടുവാനല്ലാതെ കൊള്ളുകയില്ല. വിശ്വാസിയായ ഓരോ വ്യക്തിയും ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തേണ്ടതാകുന്നു. അല്ല എങ്കിൽ മനുഷ്യർക്ക് നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുകയില്ല. നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ പാസ്റ്റർ സ്കറിയാച്ചനെ പോലെ നമുക്കും യേശുക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുന്നവരായിരിക്കാൻ സർവകൃപാലുവായ യേശു ഈ ചിത്രീകരണം മുഖാന്തരം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.